ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിലൂടെ ശുഭകരമായ കാര്യമുണ്ടായെന്ന് സുപ്രീം കോടതി. സർവകലാശാലകൾക്ക് സ്ഥിരം VCമാരെ നിയമിക്കുകയായിരുന്നു ദൗത്യം. സ്ഥിരം VCമാർക്ക് സർവകലാശാല ഭരണത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും കോടതി വ്യക്തമാക്കി. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമനമെന്ന് ചാൻസലർ കോടതിയെ അറിയിച്ചു. ഗവർണറുടെ നടപടിയിൽ സന്തോഷമെന്ന് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി ഡി ധനസുമോദാണ് ചേരുന്നത്. ധനസുമോദ്, ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത് കോടതിയും ഹാപ്പി, സർക്കാരും ഹാപ്പി, ഗവർണറും ഹാപ്പി എന്നാണ്. അതിനൊപ്പം ഇപ്പോൾ എല്ലാവരും ഹാപ്പി എന്നുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്ക് സുപ്രീം കോടതിയിൽ നിന്നും പങ്കുവയ്ക്കാൻ കഴിയുന്നത്. സുപ്രീം കോടതിയിൽ ഇന്ന് ആദ്യത്തെ കേസായിട്ട് തന്നെയാണ് ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗവർണറുടെ ചാൻസലർക്ക് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകൻ ഇക്കാര്യങ്ങളെല്ലാം VC നിയമനം നടന്നു, സമവായം വളരെ സന്തോഷപ്രദമായി തന്നെ നടന്നു. മാത്രമല്ല ഗവർണറുടെ നടപടിയിൽ സന്തോഷമുണ്ട് എന്നുള്ളൊരു കാര്യം സർക്കാരും അറിയിച്ചു. ഇതോടുകൂടിയാണ് യോഗ്യതകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നിയമനം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ചാൻസലർ ഊതി പറഞ്ഞത്. പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്നായിരുന്നു കോടതിയുടെ പിന്നീടുള്ള കാര്യങ്ങൾ. ആ സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ ശുഭകരമായി തന്നെ നടന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോഴും കോടതി പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ഭാവിയിൽ മാത്രമായിരുന്നു തങ്ങൾക്ക് ആശയ്ക്ക് ഉണ്ടായിരുന്നത്. കാരണം ചാൻസലർ തർക്കം ബാധിച്ചത് വിദ്യാർത്ഥികളെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട ജസ്റ്റിസ് ധൂരിയ സമിതിക്ക് നന്ദി അറിയിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് സമവായം ഉണ്ടായത് ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിലാണ് എന്നുള്ളൊരു കാര്യം കൂടി അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി. ഭാവിയിലും ഇത്തരം ചർച്ചകൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തന്നെയാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കോടതിയുടെ ഒരു രസകരമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു കോഫി കുടിച്ചുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കൂ എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹർജിയിൽ ഉന്നയിച്ച മറ്റു വിഷയങ്ങളുണ്ട്. ഈ താൽക്കാലിക VCമാരെ നിയമിക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ളവ അവ പിന്നീട് പരിഹരിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ KTU ഡിജിറ്റൽ സർവകലാശാലയിലെ സ്ഥിരം VCമാരെ നിയമിക്കുമായി ബന്ധപ്പെട്ട വിഷയം അടഞ്ഞ അധ്യായമായി സുപ്രീം കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും VC വിവാദത്തിൽ ശുഭപര്യവസാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. സർക്കാരും ഗവർണറും കോടതിയും ഹാപ്പിയാണ്. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.